ബാങ്കിംഗ് മേഖലയിൽ ഈ ഏപ്രിൽ 1 മുതൽ ബാധകമായ നല്ല ഒരു മാറ്റമാണ് പിഴ പലിശ അഥവാ പീനൽ ഇൻട്രസ്റ്റ് ഈടാക്കുന്ന രീതി നിർത്തലാക്കി എന്നുള്ളത്. ലോൺ തിരിച്ചടവ് മുടക്കം വരുത്തിയാൽ ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയായിരുന്നു പിഴ പലിശ ഈടാക്കുന്നത്. ഈ രീതിയിൽ സാധാരണ ഇൻട്രസ്റ്റ് റേറ്റിനോടൊപ്പം അധികമായ ഒരു നിശ്ചിത ശതമാനം കൂടി പലിശ ഇനത്തിൽ ഈടാക്കും. ഉദാഹരണത്തിന് 10% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ബാങ്ക് 2% ആയിരിക്കാം അധിക പലിശയായി ഈടാക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ ഈടാക്കുന്ന പലിശയുടെ പുറത്തും വീണ്ടും പലിശ ഈടാക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ബാങ്കുകൾക്ക് പീനൽ ഇൻട്രസ്റ്റിന് പകരം പീനൽ ചാർജസ് മാത്രമേ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനാൽ പലിശ നിരക്ക് കൂട്ടാനോ ഈടാക്കുന്ന പീനൽ ചാർജിനെ മുതലിനൊപ്പം ചേർക്കാനോ കഴിയില്ല. അതിനാൽ പീനൽ ചാർജിന്റെ പുറത്ത് വീണ്ടും പലിശ ഈടാക്കുന്ന രീതിയും നിർത്തലാക്കിയിരിക്കുകയാണ്. തിരിച്ചടവ് മുടങ്ങുമ്പോഴും പീനൽ ചാർജ് ഈടാക്കുമ്പോഴും കൃത്യമായി ബാങ്ക് ഇത് കസ്റ്റമറിനെ അറിയിക്കേണ്ടത്